മഴയായിട്ട് ചെയ്യാൻ പറ്റാതെ മാറ്റി വെച്ച കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പം ഞാൻ എൻ്റെ ഗാർഡനിൽ വളർത്തി വരുന്ന പല ചെടികളും എനിക്ക് വളർത്തി വലിയ പരിചയമില്ലാത്ത ചെടികളാണ്. അമ്മ വളർത്തിയെടുത്തിട്ട് അതിൻ്റെ ഒരു കുഞ്ഞു തൈ എനിക്ക് തരുന്നു, ഞാൻ വളർത്തുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പലതിനും അധികം വെള്ളവും വെയിലും ഒന്നും വേണ്ടാന്ന് അറിഞ്ഞുകൊണ്ട് ഒന്ന് ഷെയ്ഡിലോട്ട് മാറ്റാന്ന് വെച്ച് ഇറങ്ങിയതാണ്. മഴ സമ്മതിക്കണ്ടേ? ഞാൻ ഇറങ്ങുമ്പോൾ മാത്രം ഈ മഴ ഇത് എവിടെ നിന്ന് വരുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്നാണേലും ഉദ്ദേശിച്ച പരിപാടി നടത്തിയെടുത്തിട്ട് ഉള്ളെന്നോർത്ത് തന്നെ ഇരുന്ന് വെയിറ്റ് ചെയ്തു. ബാക്കി ഒരുമാതിരി ഉദ്ദേശിച്ച പോലൊക്കെ പരിപാടികൾ ചെയ്ത് തീർക്കുകയും ചെയ്തു കേട്ടോ. 5 എണ്ണം 100 രൂപയ്ക്കെന്നും പറഞ്ഞുകൊണ്ട് വിൽക്കുമല്ലോ ചട്ടികൾ. അത് ഒരു 10 എണ്ണം അണ്ണച്ചി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും മാറ്റുമല്ലേ, അപ്പോൾ റിപ്പോർട്ട് ചെയ്ത് തന്നെ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അതൊരു പണിയാകുമോ എന്നറിയത്തില്ല, കാരണം അത്യാവശ്യം നല്ലപോലെ വളർന്ന് വന്നുകൊണ്ടിരുന്ന ചെടികളായിരുന്നു. ഞാനിപ്പം ഉപയോഗിച്ചുകൊണ്ടിരുന്ന മണ്ണിനേക്കാളും പറമ്പിൻ്റെ വേറൊരു സൈഡിലത്തെ മണ്ണാണ് എടുത്തിരുന്നത്. ആ മണ്ണിന് ചെറിയ ടെക്സ്ചർ വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പം അതിന് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്ന് മാത്രം എനിക്കറിയത്തില്ല. മഴ കാരണം എൻ്റെ കുറച്ചേറെ ചെടികൾ നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിൽ നിന്ന് ശരിയായി വരുമ്പം ഒരു സൈഡ് വഴി പൊക്കോണ്ടിരിക്കും. അതെപ്പോഴും അങ്ങനെയാണല്ലോ. പിന്നെ ചെയ്യാൻ ഒരു മനസ്സുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അപ്പം ചെയ്തു പോകണം. പിന്നീട് റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമില്ലല്ലോ, എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, ഇത് ചെയ്യാൻ പറ്റിയില്ല എന്ന്. അതിന് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഒരു ദിവസം തോണ്ടിക്കൊണ്ടിരുന്നപ്പം ഇതുപോലിരിക്കുന്നൊരു ചെടി കണ്ടു. പിന്നൊന്നും നോക്കിയില്ല, കയ്യാലേന്ന് പറിച്ചൊരെണ്ണെടുത്ത് ചട്ടിക്കകത്തെടുത്തങ്ങ് വെച്ചു. അല്ല പിന്നെ അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയെന്ന് തോന്നിയെങ്കിൽ സ്വാഭാവികം. ഇത് തന്നെയാണോ എന്നറിയത്തില്ല കേട്ടോ. ഏകദേശം ഇതുപോലെ തന്നെ ഇരിക്കും. ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആക്കി ഒരു ചായയും പാസ്സാക്കി.